ജൂൺ 19-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. പി വി അൻവർ എന്ന ഷോമാനും പിണറായി വിജയനും തമ്മിലുള്ള ചക്ളത്തി പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്. ഈ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു പ്രസക്തിയുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും സംസ്ഥാനത്തെ ഭരണത്തെ ബാധിക്കുന്നില്ല. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെയും ഈ ഫലം ബാധിക്കുകയില്ല. പൊതുവേ ഉപതെരഞ്ഞെടുപ്പുകൾ ചാനലുകളെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്. അവരെ സംബന്ധിച്ച് വാർത്തകൾ പടച്ചുവിടാനും ലൈവ് ചെയ്യാനുമൊക്കെയുള്ള ഒരു ഉത്സവമാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് അതിനപ്പുറം വലിയ പ്രസക്തിയുണ്ടോ? ജൂൺ മാസം ഇലക്ഷൻ നടന്ന 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ജയിക്കുന്ന എം എൽ എക്ക് 10 മാസം പോലും കേരള നിയമസഭയെ പ്രതിനിധാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല. നിലമ്പൂർ എന്നത് മലപ്പുറത്തിൻ്റെ ഭൂമികയിൽ അല്പം വേറിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കർഷകർക്കും കാർഷിക മേഖലകൾക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വനം വന്യജീവി കൃഷി വിഷയങ്ങൾ ഏറെ ബാധിക്കുന്ന ഒരു മണ്ഡലം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന 2 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള ഈ നിയോജക മണ്ഡലം കേരളത്തിൽ അറിയപ്പെടുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ പേരിലാണ്. ആര്യാടൻ മുഹമ്മദാണ് ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. 1965 നിലമ്പൂർ മണ്ഡലം രൂപവൽക്കരിക്കുമ്പോൾ അവിടെ ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട സഖാവ്, ഏറനാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ജനകീയ നേതാവ് കെ കുഞ്ഞാലിയുടെ പേരിലാണ്. 67-ലും 70-ലും കുഞ്ഞാലി അവിടെ വിജയം നേടി. 70-ൽ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചപ്പോൾ ആ പ്രദേശത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിക്കൊള്ളി. 70-ലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വിജയം ഭരിച്ചത് പിൽക്കാലത്ത് മന്ത്രിയൊക്കെയായ പി ഗംഗാധരനാണ്. ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് 1977-ലെ തെരഞ്ഞെടുപ്പ്. അന്നൊരു UDF തരംഗമെന്നൊക്കെ പറയാം. ആ UDF തരംഗത്തിലാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. പക്ഷേ 80-ൽ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് സി ഹരിദാസാണ്. സി ഹരിദാസ് ജയിച്ചെങ്കിലും 15 ദിവസത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ച് അന്ന് നായനാർ മന്ത്രിസഭയിൽ ആന്റണിയുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വന്ന ആര്യാടൻ മുഹമ്മദിന് വേണ്ടി രാജിവെക്കുകയാണ്. അന്ന് ബൈ ഇലക്ഷൻ ജയിച്ച് ആര്യാടൻ 82-ൽ തെരഞ്ഞെടുപ്പിൽ അന്ന് മലപ്പുറം DCCയുടെ പ്രസിഡൻ്റായിരുന്ന TK ഹംസ വിമതനായി മത്സരിക്കുകയും ഇടതുപക്ഷ പിന്തുണയോടെ TK ഹംസ മലപ്പുറത്ത് ജയിക്കുകയും ചെയ്തു. പക്ഷേ 87 തൊട്ട് 2011 വരെയുള്ള കാലത്ത് ഇടതുപക്ഷം തലകൂത്തി നിന്നിട്ട് ആര്യാടൻ മുഹമ്മദിനെ തൊടാൻ കഴിഞ്ഞില്ല. പക്ഷേ 2011 ശേഷം, ആര്യാടൻ്റെ മരണത്തിന് ശേഷം 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു, സിനിമാ നിർമ്മാതാവായിരുന്നു, അത്യാവശ്യം കലാപ്രവർത്തനമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ താരതമ്യേന. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ പി വി അൻവർ പരാജയപ്പെടുത്തി. പിന്നീട് പി വി അൻവറിൻ്റെ കാലമായിരുന്നു 2021. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായി പറയുകയാണെങ്കിൽ ഏറെക്കുറെ 45.9% ഹിന്ദുക്കളും 43% മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും ഒരു മണ്ഡലമാണ്. കാർഷിക മേഖലയാണ്, വനം വന്യജീവി വിഷയങ്ങളുടെ മണ്ഡലമാണ്. സ്വാഭാവികമായി ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടാം. അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസും LDFും UDFും തമ്മിലുള്ള മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സാഹചര്യങ്ങൾ എന്തെന്ന് വിലയിരുത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി 2016-ൽ BDJSലെ ഗിരീഷ് മേക്കാട്ടാണ് നിയമസഭയിലേക്ക് 12,263 വോട്ടുകൾ ഗിരീഷ് നേടിയിട്ടുണ്ട്. അതിനുശേഷം അതിനു മുമ്പ് 10,000-ൽ കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥികളൊന്നും നിയമസഭയോടെ മത്സരിച്ചിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുഷാർ വെള്ളാപ്പള്ളിയും K സുരേന്ദ്രനും നവ്യ ഹരിദാസുമൊക്കെ 10,000-ക്കൊക്കെ മുകളിലേക്ക് വോട്ടുകൾ പിടിച്ച ശക്തി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരു മുന്നണികളും തമ്മിലുള്ള മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിധിനിർണായകമായിട്ട് ശക്തിയാവാൻ പറ്റിയൊരു മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ, രാജീവ് ചന്ദ്രശേഖരൻ്റെ വികസിത ഭാരത മുദ്രാവാക്യം ഉയർത്തി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുമോ എന്നൊരു അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല. BJP നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തി NDA മുന്നണി അവിടെ മത്സരിച്ചാൽ, മുമ്പ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് BDA സ്ഥാനാർത്ഥി മത്സരിച്ച് 2016-ലാണ്. അവിടെ ഒരുപക്ഷെ ഒരു നല്ല മുന്നേറ്റമുണ്ടാക്കി ആ വിധിയെ നിർണ്ണയിക്കാൻ കഴിയും. എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ രാഷ്ട്രീയം ഷോ കാണിക്കലാണ്, മസിൽ പിടുത്തത്തിൻ്റേതാണ്. അൻവർ DMK ചേരാൻ പോവും,
കുറച്ച് ദിവസം കഴിയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ പോകും. നാളെ അൻവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയോ അല്ലാതെയോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അടുത്ത ഇലക്ഷനിൽ പക്ഷേ അവിടെ മത്സരിക്കും. ഈ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നത് ആര്യൻ ഷൗക്കത്തിൻ്റെയും പേരുകളാണ്. ഈ മുനമ്പം വിഷയത്തിന് ശേഷം കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് 10% ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസും. അതല്ല 2011-ലും 2021-ലും തനിക്കൊപ്പം നിന്ന LDFിനൊപ്പം നിന്ന മുസ്ലിം വോട്ട് ബാങ്ക് വിട്ടുപോയില്ലെന്ന് തെളിയിക്കാൻ LDFും കിണഞ്ഞ് ശ്രമിക്കുന്ന ഈ അവസരത്തിൽ അവിടെ ഈ രണ്ടു പേർക്കിടയിലും തങ്ങളുടെ സ്പേസ് കണ്ടെത്താനുള്ള ഒരു പോരാട്ടത്തിലാണ് BJP. ഇത് കാണാൻ പോകുന്നൊരു ഇലക്ഷനാണ്. ചരിത്രപരമായി യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഇലക്ഷൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. ചാനലുകൾ നിറയെ വാർത്തകളുണ്ടാവും, ചർച്ചകളുണ്ടാവും, ലൈവ് ഉണ്ടാവും. അതിനപ്പുറം ഒന്നുമില്ല.